പ്രിയപ്പെട്ട കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വരിക്കാരെ കടന്നു വരികയാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കോടിയടിയാത്തിന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ ധ്രുവീകരണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ തൊട്ടടുത്ത സീറ്റിലാണ് മത്സരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു, വിവരാവകാശ നിയമം കൊണ്ടുവന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നു. അതിന് പകരം ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദി കൊണ്ടുവന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടാണ് ഇവിടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഈ ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നൊക്കെ. ആ യജ്ഞമൊക്കെ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് ഇവിടെ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന കടമ മാത്രമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ നേരിട്ട് കാണുക എന്നത് വളരെ പ്രയാസം. ഇന്ത്യയെ പിറകോട്ട് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണി ഇന്ത്യയുടെ പാരമ്പര്യവും ഓരോ ഇന്ത്യക്കാരും ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നതല്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. മണ്ഡലത്തിൽ ലക്ഷപ്രശോഭയോടെ പ്രശോഭിക്കുന്ന ഈ നിങ്ങളെ നേതൃത്വങ്ങളിൽ വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടി ഈ പണിക്കാരയിലൂടെ ഈ വാഹനത്തിന് പുറകെ കടന്നു വരികയാണ്. ന്യൂനപക്ഷമില്ലാത്ത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പാർലമെന്റിൽ നടത്തിയ പോരാട്ടങ്ങളും മണ്ഡലത്തിൽ നടത്തിയ കോടിക്കണക്കിന് കാരാത്തോട് ഉള്ള നമ്മുടെ നാട്ടുകാരായ കാരണവന്മാർ, അതുപോലെ തന്നെ പ്രിയമുള്ള നാട്ടുകാർ, സഹോദരന്മാരെ, ഇടം വലുവാണ്. രണ്ടു ഭാഗമായി ഞങ്ങൾ പോയിട്ട് തരാം. രാവിലെ ലീഡർഷിപ്പ് കൊടുക്കാൻ നമ്മുടെ മലപ്പുറം ജില്ല ഉൾപ്പെട്ട ആയിക്കോട്ടെ.
പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയ വോട്ടർമാരെ, നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നിയന്ത്രണനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്നാം പിറകെ കടന്നു വരികയാണ്. നല്ലവരായ ജനാധിപത്യ വിശ്വാസം വളരെയധികം സമയം ചെലവഴിക്കാനുണ്ടാവുകയില്ല. അദ്ദേഹം നിങ്ങളോട് നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അതുതന്നെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമയും കടപ്പാടും എന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും മുന്നോട്ട് കോടിയിൽ കുഞ്ഞാറ്റയ്ക്കൊരു വോട്ട് മുന്നോട്ട് കോടിയിൽ കുഞ്ഞാ നരേന്ദ്രമോദി ഗവൺമെന്റ് താഴെയിറക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. കലങ്ങി മറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മത സഹിഷ്ണുതയുടെയും ഏത് സാധികാരിക ശബ്ദങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും ബഹുമാനപ്പെട്ട ടീം, നമ്മുടെ സ്ഥാനാർത്ഥിയുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ ഇന്ത്യൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സാഹിബ്, മണ്ഡലം MLA പ്രിയപ്പെട്ട കാദർ സാഹിബ് വേദിയിലാണല്ലോ ഉള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കുതിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിജയ പ്രതീക്ഷകൾ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് വോട്ടർമാർക്കിടയിലും അണികൾക്കിടയിലും ആവേശം വാരി മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാം ദിവസങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് കേന്ദ്രങ്ങൾ നമുക്ക് സന്ദർശിക്കേണ്ടതുണ്ട്. സമയം നമുക്ക് നടത്തുന്നില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിജയം അതിൽ നമുക്ക് ആർക്കും ശേഷം സംശയമില്ല. കഴിഞ്ഞ നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ടാർജറ്റ് കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നൽകിയ ബഹുഭൂരിപക്ഷം, ആ ബഹുഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയായിരുന്ന UPA ഗവൺമെന്റ് ആണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അനേക ലക്ഷം ആളുകൾ ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ്. മൻമോഹൻ സിംഗ് എവിടെയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. ഇന്ന് അതുകൊണ്ട് ദശലക്ഷക്കണക്കിനായ ഗ്രാമീണരായ സ്ത്രീകളും പുരുഷന്മാരും സാധാരണ നായകത്വം ശ്രീ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ, അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂടി അതിൻ്റെ നേതൃത്വം കിട്ടിയിരിക്കുകയാണ്. പിന്തുണ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. UDFിൻ്റെ പിന്തുണ വൻ പിന്തുണയോടുകൂടി വന്നാൽ അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതുകൊണ്ടുകൂടിയാണ് എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കും. ഓഹോ, പൈൽസ് ആണല്ലേ. ഹരിദ്ര കഴിക്കിഷ്ട. ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോർമുല.